ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേക്കപ്പ് മലയാളം. എൻ്റെ പേര് രജി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും തന്നെ, അതായത് ഗേൾസിന് എല്ലാവർക്കും തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ്. ഒരുപാട് ആൾക്കാരെൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ചെയ്യണമെന്ന്. അപ്പോൾ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടപ്പുറത്ത് കുഞ്ഞു ബെല്ലൈക്കണും കൂടെ കാണും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വരികയുള്ളൂ, അതപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് സെൽഫ് ത്രെഡിങ്ങിനെ പറ്റിയാണ്. ത്രെഡിങ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും തന്നെ ത്രെഡ് ചെയ്യുന്നവരാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ബ്യൂട്ടി പാർലറിൽ പോയി ത്രെഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എന്തെങ്കിലും പെട്ടെന്നൊരു നമുക്കൊരു ഫംഗ്ഷനോ മറ്റെന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയി ത്രെഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സ്വയമേ ത്രെഡ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമുക്ക് സ്വയം ത്രെഡ് ചെയ്തിട്ട് പോകാവുന്നതാണ്. വേറെ എന്താ പറയുക, ബ്യൂട്ടി പാർലറിൽ പോയി ത്രെഡ് ചെയ്യുന്ന സമയം കിട്ടിയില്ല എന്ന് ടെൻഷൻ അടിക്കുക, അങ്ങനെ ഒന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിരിക്കുമെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ത്രെഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ത്രെഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കറിയാം ത്രെഡാണ് വേണ്ടത്. ഈ ത്രെഡ് ലേഡീസ് സ്റ്റോറിൽ ചെന്ന് നമുക്ക് കിട്ടുന്നതാണ്. 50 രൂപയെ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് കത്രിക വേണം, അതേപോലെ ഒരു കുഞ്ഞ് ചീപ്പും വേണം. ഇനി നമുക്ക് വേണ്ടത് ഒരു കാജൽ സ്റ്റിക്കാണ്. അതെന്തിനാണ് കാജൽ സ്റ്റിക്ക് എന്നുള്ള കാര്യം വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ത്രെഡിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു കാജൽ സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഐബ്രോസിൻ്റെ ഷേപ്പ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നൂല് എത്രത്തോളം എടുക്കണം നോക്കാം. ഇതിപ്പോൾ ഞാൻ എന്താ പറയുക, ഇത്രയും ലെങ്തിലുള്ള, അതായത് ഞാനിവിടെ അറ്റം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അറ്റം കെട്ടിക്കഴിഞ്ഞിട്ട് ഇത്രയും ലെങ്ത് വരുന്ന രീതിയിൽ വേണം നമ്മൾ നൂലെടുക്കാനായിട്ട്. ഇനി ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നൂല് എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ പിടിക്കേണ്ടതെന്ന് നോക്കാം. അതായത് നമ്മൾ ആദ്യം ഇങ്ങനെ പിടിക്കുക, അതായത് നൂല് നമ്മുടെ 2 കൈക്കുള്ളിലേക്ക് ആക്കി പിടിച്ചതിന് ശേഷം എന്താ പറയുക, ഏതെങ്കിലും ഒരു കൈ ഇങ്ങനെ നിർത്തിയിട്ട് മറ്റേ കൈ ഇങ്ങനെ ടേൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കെട്ട് നമ്മുടെ ഈ ഒരു കൈയുടെ അറ്റത്തുനിന്ന് ഇങ്ങോട്ടേക്ക് മാറുകയെന്നുണ്ടെങ്കിൽ നമ്മളത് ഇങ്ങോട്ടേക്കൊന്ന് അറ്റത്തേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ത്രെഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് വരും. അപ്പം ഇതിങ്ങനെ ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. ഒരു 6-7 പ്രാവശ്യം ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിനി ത്രെഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പുരുക അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ കാജൽ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ലൈൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പുരുകത്തിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ലൈൻ നമ്മൾ നോക്കിക്കൊണ്ട് നമുക്കിനി ത്രെഡ് ചെയ്താൽ മതി. ആദ്യമായിട്ട് ത്രെഡ് ചെയ്യാൻ പോകുന്നവർക്കാണെങ്കിൽ മാത്രം പുരുകത്തിൽ എന്താ പറയുക, നമ്മുടെ ഷേപ്പ് അനുസരിച്ച് ലൈൻ വരച്ച് കൊടുത്താൽ മതി. അതല്ല, ഷേപ്പ് അറിയാവുന്നവരാണ്, സ്വന്തമായിട്ട് എന്താ പറയുക ഷേപ്പ് അനുസരിച്ച് ത്രെഡ് ചെയ്യാൻ പറ്റുന്നുള്ളവർക്ക് ഇങ്ങനെ ഈ കാജൽ സ്റ്റിക്ക് ഉപയോഗിച്ച് ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യമായിട്ട് എന്താ പറയുക ത്രെഡ് ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വരച്ച് കാണിച്ചതേ ഉള്ളൂ. സോറി, ഞാൻ ഒരു കാര്യം മിസ് ചെയ്തു. അതായത് നമ്മൾ ത്രെഡ് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പുരുകത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടാൽക്കം പൗഡർ ഉപയോഗിച്ച് പുരുകത്തിലൊന്ന് ഇട്ട് കൊടുത്തേക്കണം. കാരണം നമ്മൾ ത്രെഡ് ചെയ്യുന്ന സമയത്തൊക്കെ പെയിൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ പോൺസിൻ്റെ ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇത് പറയാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പൗഡർ എടുത്തിട്ട് പുരുകത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ത്രെഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് ത്രെഡ് നമ്മുടെ കയ്യിൽ പിടിക്കേണ്ടതെന്നുള്ളത്. ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഈ കൈ മാത്രം ഇവിടെ വെച്ചിരിക്കുക. എന്നിട്ട് നമ്മുടെ എന്താ പറയുക മറ്റേ കൈ ഇങ്ങനെ ടേൺ ചെയ്തുകൊണ്ട് ഒരു 6-7 പ്രാവശ്യം ഇങ്ങനെ ടേൺ ചെയ്യണം. ടേൺ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു കെട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ത്രെഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ത്രെഡ് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന പുരുക എന്ന് പറഞ്ഞ് ഈ പുരുകയാണ്, ലെഫ്റ്റ് ഐബ്രോ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പം എന്താ പറയുക, ഞാനിവിടെ എൻ്റെ ഐബ്രോസ് എല്ലാം ഈ സൈഡിലേക്കല്ലേ കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഈ ത്രെഡ് ഇവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുരുകത്തിൻ്റെ അവിടെ ഇങ്ങനെ വെക്കും. അതായത് ഐബ്രോസിൻ്റെ അവിടെ വെച്ചിട്ട് ഞാൻ ഈ കൈ ഞാൻ ഫോഴ്സ് കൊടുക്കും. കാരണം പുരുക ഇങ്ങോട്ട് കിടക്കുന്നത് കൊണ്ട് ഞാൻ ഈ കൈക്ക് ഫോഴ്സ് കൊടുക്കുമ്പോഴാണ്, ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ ഭാഗത്തായിട്ടായിരിക്കും
എന്താ പറയുക ഈ ഭാഗത്തായിട്ടായിരിക്കും എൻ്റെ എന്താ പറയുക ഐബ്രോസ് വന്ന് കിടക്കുന്നത്. അപ്പം ഇങ്ങനെ ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് എൻ്റെ ഐബ്രോസ് എന്താ പറയുക പോകുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും ഐബ്രോസ് എടുക്കാൻ വന്നാലും നമ്മുടെ ഈ പുരുകത്തിന് ഈ അറ്റത്തു നിന്ന് വേണം നമ്മൾ തുടങ്ങാനായിട്ട്. കാരണം ഞാൻ ഈ കൈക്ക് ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് എൻ്റെ പുരുകം പോകുന്നത്. നമ്മൾ കുറച്ച് ഇവിടെ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അതിൻ്റെ താഴ്ഭാഗത്തുള്ള ചെറിയ ചെറിയ ഇത് ഐബ്രോസ് കാണാം. അപ്പോൾ അതുകൂടെ ഒന്ന് എടുത്തിട്ട് വേണം നമ്മൾ ഇപ്പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് പുരുകത്തിനെ താഴ്ഭാഗത്തെ ഐബ്രോസിൽ ഏകദേശം എടുത്തു കഴിഞ്ഞാൽ ഇനി കുഞ്ഞു 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 ഐബ്രോസ് ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്കൊന്ന് എടുത്തു കൊടുത്തേക്കാം. എന്നിട്ട് അവർ ക്ലീൻ ആക്കി വിടാം. ഇനി നമുക്ക് ഈ പുരുകത്തിൻ്റെ മുകൾ ഭാഗം കൂടി എടുക്കാം. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് പുരുകം കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുരുകത്തിൻ്റെ ഈ സൈഡിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ചീപ്പെടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും കാണാം കുറച്ച് ലെങ്ത് കൂടുതലായിട്ടുള്ള ആ ലെങ്ത് നമുക്കൊന്ന് നമ്മുടെ പുരുകത്തിൻ്റെ വീതി അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഒക്കെ ചീപ്പെടുക്കുക, എന്നിട്ട് പുരുകത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ചീപ്പ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ കത്രിക ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ നേരത്തെ പുരുകം എടുത്ത പോലെ തന്നെ എടുക്കുക. ഈ പുരുകത്തിന് ഡയറക്ഷൻ ഇപ്പുറത്തെ സൈഡിലേക്ക് ആയതുകൊണ്ട് തന്നെ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം നമ്മൾ ത്രെഡ് ചെയ്ത് മാറ്റാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കാജൽ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈൻ നോക്കിയിട്ട് വേണം നമ്മൾ ത്രെഡ് ചെയ്ത് പോകാനായിട്ട്. ചെറിയ ചെറിയ ഐബ്രോസൊക്കെ കാണുമ്പോൾ അതുകൂടെയൊക്കെ ഒന്ന് എടുത്ത് കളയാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ ഫോൾസ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡിലാണ് ഫോൾസ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ എങ്ങനെയാണ് സെൽഫ് ത്രെഡിങ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എന്താ പറയുക, ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ത്രെഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് പുരുകത്തിൽ തന്നെ ത്രെഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ എന്താ പറയുക കാലിലെയൊക്കെ രോമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് ഇതുപോലെ ത്രെഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ പുരുകത്തിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവർക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാ.